മാജിക് അഥവാ ദുർമന്ത്രവാദം പണ്ടുകാലം മുതൽ മുത്തശ്ശി കഥകളിലൂടെയും മറ്റും കേട്ടുഭയന്നൊന്ന്. അമാനുഷിക ശക്തിയിലൂടെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മനുഷ്യനെ നശിപ്പിക്കാൻ ശേഷിയുള്ള മാജിക്. ഈ ഒരു കൺസെപ്റ്റിനെ ആസ്പദമാക്കി റിലീസിനൊരുങ്ങുന്ന ബോളിവുഡ് ഹൊറർ സിനിമയാണ് ശൈത്താൻ. അജയ് ദേവ്ഗൺ, ജ്യോതിക, മാധവൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായെത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തെത്തിയത്. ട്രെയിലർ കണ്ടതും മലയാളി പ്രേക്ഷകർക്ക് ഒരു ഭ്രമയുഗം ഫീലാണ് തോന്നിയത്. കണ്ടന്റിലല്ല, മറിച്ച് മാധവന്റെ ചിരിയിലും നോട്ടത്തിലുമൊക്കെയാണ് ഈ ഫീൽ പ്രേക്ഷകർക്ക് അനുഭവപ്പെട്ടത്. ഭ്രമയുഗത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തിന്റെ ചിരി സോഷ്യൽ മീഡിയയും കടന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഒരൊറ്റ ചിരിയിലൂടെ പല അർത്ഥതലങ്ങൾ ചൂണ്ടിക്കാണിക്കാനും പ്രേക്ഷകനെ അസ്വസ്ഥനാക്കുവാനും ഈ ചിരിക്ക് കഴിഞ്ഞിരുന്നു. ശൈത്താനിലേക്ക് വരുമ്പോൾ വില്ലൻ കഥാപാത്രമായെത്തുന്ന മാധവന്റെ ചിരിയും പ്രേക്ഷകനെ അസ്വസ്ഥതപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ്. പുഞ്ചിരിക്ക് പുറകിൽ ഒളിപ്പിച്ച രൗദ്രഭാവം. ഒറ്റവാക്കിൽ ഇങ്ങനെയാണ് രണ്ട് സിനിമകളിലെയും ചിരിയെ ഒരു വിഭാഗം വിശേഷിപ്പിക്കുന്നത്. ചിത്രത്തിലെ മാധവന്റെ പോസ്റ്റർ പുറത്തെത്തിയപ്പോൾ മുതൽ തന്നെ ഭ്രമയുഗത്തിന്റെ ട്രെൻഡ് ബോളിവുഡും പിന്തുടർന്നു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. നീലക്കണ്ണുള്ള മാധവന്റെ രൗദ്രഭാവമാണ് പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഈ പോസ്റ്ററും ഭ്രമയുഗം പോസ്റ്ററും തമ്മിൽ സാമ്യമുണ്ടെന്നായിരുന്നു ഒരു വിഭാഗം അന്ന് ചൂണ്ടിക്കാട്ടിയത്. ഷെയ്ത്താന്റെ കണ്ണിൽ നിന്നും അകലം പാലിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അജയ് ദേവ്ഗണിന്റെ പോസ്റ്റ് കൂടി പുറത്തെത്തിയപ്പോൾ ഇക്കൂട്ടർ ഉറപ്പിച്ചു പറഞ്ഞു ഇത് ബോളിവുഡ് ഭ്രമയുഗമാണെന്ന്. മാത്രമല്ല, ഭ്രമയുഗത്തിൽ മമ്മൂട്ടി അർജുൻ അശോകൻ കഥാപാത്രത്തെ തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന അടിമയായാണ് കാണുന്നതെങ്കിൽ ഷെയ്ത്താനിൽ ജ്യോതികയുടെ മകളെയാണ് മാധവൻ തന്റെ ഉപകരണമായി അല്ലെങ്കിൽ ആയുധമായി ഉപയോഗിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭ്രമയുഗം മനസ്സിൽ വെച്ച് ട്രെയിലർ കണ്ടാൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ബ്ലാക്ക് മാജിക് എന്ന ആശയത്തെ ആസ്പദമാക്കിയാണ് ഷെയ്ത്താൻ എന്ന സിനിമയൊരുങ്ങുന്നത്. അച്ഛൻ, അമ്മ, മകളടങ്ങിയ ഒരു കുടുംബത്തിലേക്ക് അപ്രതീക്ഷിതമായ ഒരു അപരിചിതൻ കടന്നു വരുന്നു. ഈ അപരിചിതൻ മൂലം മൂവർക്കും നേരിടേണ്ടി വരുന്ന സംഭവ വികാസങ്ങളാണ് ചിത്രം പറഞ്ഞു വെക്കുന്നത്. ശേഷം ഇരുവരുടെയും മകളെ ആയുധമാക്കി അതിഥി ചെയ്യുന്ന പീഡനങ്ങളിലൂടെയും മകളെ രക്ഷിക്കാനുള്ള മാതാപിതാക്കളുടെ പോരാട്ടത്തിലൂടെയുമാണ് കഥ മുൻപോട്ട് പോകുന്നത്. വില്ലനായി മാധവൻ എത്തുമ്പോൾ ജ്യോതികയും അജയ് ദേവ്ഗണ്ണും ഭാര്യ ഭർത്താക്കന്മാരായും മകളായി ജാൻകി ബോദിവാലയും എത്തുന്നു. ഒരേ സമയം ഹൊറർ, ആക്ഷൻ, ഇമോഷണൽ, സസ്പെൻസ് ഇവയെല്ലാം കൂടിച്ചേർന്നുകൊണ്ടാണ് ഷെയ്ത്താൻ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുന്നത്. ബ്ലാക്ക് മാജിക്കിന്റെ പൈശാചിക ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സിനിമ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ടാണ് ട്രെയിലർ പുറത്തെത്തിയിരിക്കുന്നത്. സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം സംവിധാനം ചെയ്യുന്നത് വികാസ് ബഹ്ലയാണ്. ദേവ്ഗൺ ഫിലിംസിന്റെ ബാനറിൽ അജയ് ദേവ്ഗണാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 1998 റിലീസ് ചെയ്ത പ്രിയദർശൻ ചിത്രം ഡോളി സജാ കെ രഹന എന്ന ഹിന്ദി ചിത്രത്തിന് ശേഷം ജ്യോതിക അഭിനയിക്കുന്ന രണ്ടാമത്തെ ബോളിവുഡ് ചിത്രമാണിതെന്ന പ്രത്യേകതയുമുണ്ട്. മാത്രമല്ല, സൗമ്യമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ നടനാണ് മാധവൻ. എപ്പോഴും നടനെ റൊമാൻറ്റിക് ഹീറോ അല്ലെങ്കിൽ ഗ്രാമീണ തനിമയുള്ള പയ്യൻ ഈ രീതിയിലാണ് പ്രേക്ഷകർ കണ്ടു ശീലിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഹൊറർ വില്ലനായി എത്തുമ്പോൾ പ്രേക്ഷകരും ഏറെ പ്രതീക്ഷയിലാണ്. എന്തായാലും മാധവന്റെയും മമ്മൂട്ടിയുടെയും കഥാപാത്രങ്ങൾ തമ്മിൽ ഇത്രയും സാമ്യത കണ്ടെത്തിയ സ്ഥിതിക്ക് ഹിന്ദിയിലെ ഷെയ്ത്താൻ മലയാളത്തിലെ ഭ്രമയുഗത്തിനോളം വരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മാർച്ച് 8-നാണ് ചിത്രം റിലീസിനെത്തുക. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.